കാഴ്ചകൾ എത്ര കണ്ടാലും തീരാത്ത ഒരു ലോകം ഇന്നുണ്ട്. പല സ്ഥലങ്ങൾ സന്ദർശിച്ചും നമ്മുടെ മൊബൈൽ ഫോണിലൂടെയും കൂടുതൽ സമയം നാം ചെലവഴിക്കുന്നത് കാഴ്ചകൾ കാണുന്നതിലേക്ക് വേണ്ടിയാണ്. കാഴ്ചകൾ ഹൃദയത്തെ സ്പർശിക്കണമെന്നില്ല, അത് മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കണമെന്നില്ല. ഒരു കൊലപാതകമോ ആക്സിഡൻറ്റോ നടന്നാൽ പോലും കാഴ്ചകൾക്ക് അപ്പുറം ഒന്ന് കാണാൻ പറ്റാത്ത ഒരു മനസ്സാക്ഷി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ നാം ആഘോഷിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഒരു വിദേശ രാജ്യത്തു നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വന്നത് കാഴ്ചകൾ കാണുന്നതിലേക്ക് വേണ്ടിയല്ല, മറിച്ച് കാഴ്ചകൾക്ക് അപ്പുറം ഒരു കാഴ്ചപ്പാട് തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ആ കാഴ്ചപ്പാട് അനുസരിച്ച് മറ്റുള്ളവർക്ക് കാഴ്ചപ്പാട് നൽകുന്നതിലേക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് കടന്നു വന്നു എന്നതാണ്. അദ്ദേഹം ഇവിടെ കടന്നു വന്നതിന് ശേഷം പാവപ്പെട്ടവരോട് അനുകമ്പ കാണിക്കുവാനും ജ്ഞാനം ഇല്ലാത്തവർക്ക് ദൈവിക ജ്ഞാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകുവാനും കരുണയോടുകൂടെ എല്ലാവരോടും വ്യാപരിക്കുവാനും സ്നേഹത്തോടെ ആയിരിക്കുന്നതിലേക്ക് വേണ്ടിയും അദ്ദേഹം പരിശ്രമിച്ചു. ജനങ്ങൾക്ക് നീതിബോധം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിലെ കാഴ്ചപ്പാടോടുകൂടെ ജീവിച്ച വ്യക്തികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ജീവിത രീതിയും ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലേക്ക് വേണ്ടി പരിശോധിച്ചു. ഈ കാഴ്ചപ്പാട് ലഭ്യമായവരെ അദ്ദേഹം മാമോദീസപ്പെടുത്തി. ആ ഒരു പൈതൃക പേര് കൊണ്ടാണ് മണ്ഡപത്തിൻകടവ് ഇടവകയിലും നമ്മൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ചിരിക്കുന്നത്. കാഴ്ചകൾക്കപ്പുറം കാഴ്ചപ്പാട് നൽകിയ ഒരു വിശുദ്ധൻ്റെ മഹനീയമായ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിലും കാഴ്ചകൾക്ക് അപ്പുറം ജീവിക്കുന്ന, കാഴ്ചപ്പാടുകൾ ജീവിക്കുന്ന ഭാവി തലമുറയെ വളർത്തിയെടുക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ ഇടവക സമൂഹം ഇവിടെ രൂപപ്പെടുന്നത്. നമ്മൾ ആരും തന്നെ കാഴ്ചകൾ കണ്ട് നടക്കേണ്ടതില്ല. നമ്മുടെ സമയം കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയതിലേക്ക് വേണ്ടി നാം പരിശ്രമിക്കണം. അത് ദൈവം നൽകിയിരിക്കുന്ന കാഴ്ചപ്പാടാണ്. ദൈവം ഇല്ലായെങ്കിൽ കാഴ്ചപ്പാടില്ല. ദൈവം ഇല്ലായെങ്കിൽ ഈ ലോകത്തിൽ നന്നായിട്ട് ജീവിക്കുന്ന വിശുദ്ധിയുള്ള വ്യക്തികളുടെ അഭാവം ഉണ്ടാകും. നീതിബോധം ഇല്ലാതാകും, സ്നേഹം ഇല്ലാതാകും, കാരുണ്യം ഇല്ലാതാകും. ഇതാണ് ലോകത്തിലെ മനുഷ്യനും ഇന്ന് ആവശ്യമായിരിക്കുന്ന ഘടകം. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നിർമ്മിത ബുദ്ധി പോലുള്ള കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്ന കാലത്ത് ഇന്നത്തെ തലമുറയെ തികച്ചും കാഴ്ചകൾ ഒതുക്കി പൈശാചികതയ്ക്ക് അടിമപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനപ്പുറം ചിന്തിക്കുന്ന നല്ല മനസ്സാക്ഷിയുള്ള നല്ല തലമുറ, നല്ല വ്യക്തികൾ, നല്ല കുഞ്ഞുമക്കൾ, യുവജനങ്ങൾ, മുതിർന്നവരും എന്നും മുന്നോട്ട് വരുന്നതിലേക്ക് വേണ്ടി നമുക്ക് ഈ വഴിയിൽ പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടും കേട്ടും ഇരിക്കേണ്ടതില്ല, ജീവിക്കേണ്ടവരാണ്. വിശുദ്ധിയോടുകൂടെ, നന്മയോടുകൂടെ, കരുണയോടുകൂടെ, സ്നേഹത്തോടെ ജീവിക്കേണ്ടവരാണ്. ഓരോ ഫ്രാൻസിസ് സേവ്യർമാരായിട്ട് മാറിയവരാണ് നിങ്ങൾ. ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ അനുഗ്രഹവും ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹമുള്ളപ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്, നമ്മൾ വ്യക്തികളാകുന്നത്, മാറ്റങ്ങൾ വരുന്നത്. ഈ ലോകത്തിന് അതീതമായിട്ട് ചിന്തിച്ച് ആ ദൈവിക സ്വത്ത് കരസ്ഥമാക്കുന്നതിലേക്ക് വേണ്ടി നമുക്ക് സാധിക്കുന്നു. ഈ ഒരു മനോഭാവത്തോടെ ഈ വില അർപ്പിക്കുന്നതിനും ഇന്ന് രൂപപ്പെട്ടിരിക്കുന്ന കാഴ്ചകളുടെ ലോകത്തു നിന്ന് കാഴ്ചപ്പാടിലേക്ക് പോകാൻ കൃപ ലഭ്യമാകുന്നതിലേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.